കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ മുൻപായി കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം. ദാവീദ് മറ്റൊരിടത്ത് പറയുന്നു, എൻ്റെ കണ്ണുനീർ കർത്താവേ പിതാവേ അവിടുന്ന് തുരുത്തിയിലാക്കി വെക്കുകയില്ലയോ. അപ്പോൾ കരയുന്നവൻ്റെ കണ്ണുനീര് കാണുന്ന സ്വർഗമുണ്ട്. നന്നായി അറിയുന്ന ഒരുവനുണ്ട്. മിസ്രൈമിലായിരുന്ന തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, സങ്കടമറിഞ്ഞു. ആ സങ്കടമറിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വന്നു, ജനത്തെ പുറപ്പെടുവിച്ചു. ഇന്ന് പകലിലും നമ്മുടെ സങ്കടമറിഞ്ഞ് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. മറുവശം സങ്കടം അറിയുമ്പോൾ പലരും മാറിപ്പോകും, സങ്കടമറിയുമ്പോൾ പലരും മറന്നുപോകും, സങ്കടമറിയുമ്പോൾ പലരും തിരിച്ചു പോകും, ബന്ധങ്ങളൊക്കെ അസ്തമിപ്പിക്കും. സങ്കടമറിയുന്ന ദൈവം അരിവില്ലാത്ത ഇടത്ത്, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഇടത്ത് ഏകാന്തതയിൽ ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, ഒരു സ്ത്രീ മറക്കില്ല യഥാർത്ഥം. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേര് പലരും മറന്നുപോയില്ലേ? ഓർക്കാതില്ലല്ലോ. നിർണയഘട്ടം വന്നപ്പോൾ അതുവരെ സഹകരിച്ച പല ബന്ധങ്ങളും അസ്തമിച്ചു പോയില്ലേ? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിൻ്റെ പേര് ചൊല്ലി വിളിച്ചു, ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് മറ്റൊരു ഭാഗത്ത് വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തനിക്കുള്ളവയെല്ലാം അറിയുന്ന ഒരു ദൈവം തൻ്റെ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ അറിയുക എന്ന് പറഞ്ഞാൽ അറിയേണ്ടതുപോലെ അറിയാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇനി നമ്മളോട് എത്ര പേര് സഹകരിച്ചാലും അവർക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളും അറിയേണ്ടതുപോലെ അറിയാൻ കഴിയില്ല. കൂടപ്പിറപ്പുകൾക്ക് അറിയാൻ കഴിയില്ല, ഹസ്ബൻഡിനോ വൈഫിനോ കുട്ടികൾക്കൊന്നും അത് അറിയാൻ കഴിയത്തില്ല. ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും, ദീർഘമായി വിടുന്ന ശ്വാസത്തിൻ്റെ അർത്ഥം പോലും അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ധൈര്യത്തോടെ ഇന്ന് പ്രഭാതത്തിലും പറയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എല്ലാ ദിവസവും ഈ വാക്യം നമ്മളോട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് പകലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരാൻ കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു എന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവൻ പ്രസാദമില്ല. പ്രിയരെ, പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല ജയിക്കാൻ, സകലത്തെയും ജയിച്ച് മുമ്പോട്ട് പോകാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ, അവിടുത്തെ വരവിങ്കൽ കാണപ്പെടാൻ സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി ഒരുക്കി തരുമാറാകട്ടെ. പൗലോസ് തെസ്സലോനിക്ക സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്ന ഭാഗങ്ങളൊക്കെ ഒത്തിരി ശ്രേഷ്ഠമാണ്. എൻ്റെ 7-ാം വാക്യമൊക്കെ ശ്രദ്ധിക്കൂ സഹോദരന്മാരെ. ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും
നിങ്ങളുടെ വിശ്വാസം നിമിത്തം ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ആ സഭ ദൈവത്തിൽ നിലനിൽക്കുന്നതിലും അവർ ശക്തരാകുന്നതിലും പൗലോസ് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി ആശ്വാസം കണ്ടെത്തി. അധ്വാനിച്ചതും ഒന്നും വെറുതെ ആയിപ്പോയില്ല. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന ശക്തരായി നിൽക്കാൻ, വിശ്വാസത്തിൽ സ്ട്രോങ് ആവാൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ, കർത്താവിൽ നിലനിൽക്കാൻ. ഒരു ദിവസം നിലനിന്നിട്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് തളർന്നു കിടന്ന് പിന്നോട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ശക്തരായി മുൻപോട്ട് പോകാൻ, ഒഴുക്കിനെതിരെ നീങ്ങാൻ, ജയിക്കേണ്ട സകലത്തെയും ജയിക്കാൻ, കാൽ കീഴാക്കേണ്ടതിനെ കാൽ കീഴാക്കാൻ, അഭിഷേകത്തോടെ ചിലതിനോട് കൽപ്പിക്കാൻ, അതിവിശുദ്ധ വിശ്വാസത്തിൽ നിലനിൽക്കാൻ മറന്നുപോകരുത്. ഇതാ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. എന്നിട്ട് സ്ലീഹൻ പറയുകയാണ്, 11-ാം വാക്യമാണല്ലോ, ഞങ്ങളുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരാൻ വഴി ഒരുക്കി തരുമാറാകട്ടെ. ഈ പകൽ വഴിയൊരുക്കുന്ന പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, നമുക്ക് വേണ്ടി ദൈവം വഴി ഒരുക്കി തരുമാറാകട്ടെ. ഏതൊക്കെ വിഷയത്തിൽ വഴി ഒരുക്കപ്പെടണം, നാളുകളായി ഒരുക്കപ്പെടാത്ത വഴികൾ, യാത്ര ചെയ്യാൻ പറ്റാത്ത ഇടങ്ങൾ, യാത്രകളെ തടസ്സപ്പെടുത്തി, വഴികളെ തടസ്സപ്പെടുത്തി, മറ്റൊടുത്ത് പറയുന്നു വഴികളുടെ കുറവ് തീർത്ത്, ആഴിയെ വഴിയാക്കി തീർത്ത ദൈവം ഇന്ന് പകലിലും ഏത് തലമുറകളുടെ വിഷയമാണോ, നിങ്ങളുടെ ആത്മീകമാണോ, എവിടെയാണ് വഴികൾ ഒരുക്കപ്പെടേണ്ടത്, തടയപ്പെട്ട സകല മേഖലകളുടെ മേലും ഇന്ന് പകൽ ദൈവം ഒരു ജയം നൽകാൻ പോകുകയാണ്. വഴി ഒരുക്കി തരുമാറാകട്ടെ. പിതാവായ ദൈവം വഴി ഒരുക്കിയാൽ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. നമുക്കറിയാം, ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യം യേശുവിനോട്, ഗുരു, പെസഹ എവിടെ ഒരുക്കേണ്ടതാണ്? കർത്താവ് റൂട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. വിശ്വാസത്തോടെ ശിഷ്യന്മാർ പോയപ്പോൾ അടയാളം കാണിക്കാൻ ദൈവത്തിന് പ്രസാദമായി തീർന്നു. കർത്താവ് അടയാളം കാണിച്ചു. എതിരെ ഒരുവൻ കുടം ചുമന്ന് വരുന്നു, അതിനകത്ത് വെള്ളമുണ്ട്. കുടം ചുമന്നുകൊണ്ട് വരുന്നവൻ്റെ പിന്നാലെ പോകാനാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഒരുക്കപ്പെട്ട ചില വഴികൾ, വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി. യെസ്, ദൈവം പറഞ്ഞാൽ മുമ്പോട്ട് പോകണം. ദൈവം പറഞ്ഞാൽ അറച്ചു നിൽക്കരുത്. കർത്താവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. ചെയ്താൽ ഒരുക്കപ്പെട്ട ചില വിടുതലുകൾ, ഒരുക്കി വെച്ച ചില ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ. ദൈവം ഒരുക്കി വെച്ചാൽ അത് കുറ്റമറ്റതാണ്. ദൈവം ഒരുക്കി വെച്ചാൽ അത് പെർഫെക്റ്റ് ആണ്. ദൈവം ഒരുക്കി വെച്ചാൽ ആഴിയിലും ആ വഴി വെളിപ്പെട്ടു വരും. ദൈവം ഒരുക്കി വെച്ചാൽ ആഴത്തിലും ആ വഴി വെളിപ്പെട്ടു വരും. ദൈവം ഒരുക്കി വെച്ചാൽ അസാധ്യങ്ങളിലും ആ വഴി വെളിപ്പെട്ടു വരും. ദൈവം ഒരുക്കി വെച്ചാൽ ഒരു കാലഘട്ടത്തിലും അതിനെ തടയാൻ പൈശാചിക മേഖലകൾക്ക് കഴിയത്തില്ലെന്ന് ദൈവാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. ഈ പകൽ വിശ്വസിച്ചുകൊണ്ട് പറ, ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ഒഴുക്കിക്കളയുന്ന ചില മണ്ഡലങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഇനി ദൈവം ഒരുക്കി വെച്ച വഴികളെ ഒഴുക്കിക്കളയുവാൻ ഒരു യോർദാന്റെ ശക്തികൾക്കും കഴിയത്തില്ല. കാരണം യോർദാനെ ഉണങ്ങിയ നിലമാക്കി മാറ്റി. ഹല്ലേലൂയ. ഉണങ്ങിയ നിലമാക്കി മാറ്റി തൻ്റെ ജനത്തിന് വഴി ഒരുക്കിയ ദൈവം ഈ പകൽ കുത്തി ഒഴുകുന്ന അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ചിലർ ആത്മാവിൽ എഴുന്നേൽക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ യോർദാനിലും വഴികളുണ്ട്, ചെങ്കടലിലും വഴികളുണ്ട്, സമുദ്രത്തിലും വഴികളുണ്ട്, കൊടുങ്കാറ്റിലും വഴികളുണ്ട്, മരുഭൂമിയിലും വഴികളുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. അത് മനുഷ്യമായി ഒരുക്കപ്പെട്ടതല്ല, ദൈവത്താൽ ഒരുക്കപ്പെട്ട ചില വഴികൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. നാളുകൾ എവിടെ വഴി, ആര് തുറക്കും,
ആര് നോക്കിയിട്ടും നടക്കാത്തത്, പരാജയപ്പെട്ട ചില വഴികൾ ഇന്ന് പകൽ പിതാവായ ദൈവം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഈ ദൂത് കേട്ട് ആമേൻ പറയാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവ മഹത്വം ശക്തിയോടെ ബലത്തോടെ നിയോഗത്തോടെ വെളിപ്പെട്ട് വരുന്ന നിമിഷങ്ങളാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കൂ. ആത്മാവിൻ്റെ പ്രവൃത്തിയും അതിൻ്റെ വിടുതലുകളും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരികയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദൈവവും കർത്താവുമായവൻ ഞങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒഴുക്കിക്കളയുന്ന മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശാസിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ ഒരുങ്ങി വരുന്ന ചില ദൈവപ്രവർത്തികൾ, കയറി വരുന്ന ചില ദൈവപ്രവർത്തികൾ, മോറിയ ദേശത്തേക്ക് ആ മല ചവിട്ടി കയറുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കയറി വരുന്ന ചില ദൈവപ്രവർത്തികൾ, ചില കരുതലുകൾ ആത്മാവിൽ ഞങ്ങൾ ദർശിക്കുന്നു. സകല തടസ്സങ്ങളെയും ബ്രേക്ക് ചെയ്യുന്നു. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ജയം കൽപ്പിക്കുന്നു. വിടുതലുകൾ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. ഒരുക്കപ്പെട്ട ചില ദൈവ പ്രവർത്തികൾ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ ദർശിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പിതാവും ദൈവവുമായവൻ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.